അല്ല, അതൊക്കെ ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും രാജ്യത്തുണ്ടാകുന്ന നീതി നിഷേധത്തോട് പ്രതികരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ചിലരെങ്കിലും ആ അഭിപ്രായം അവർ പ്രകടിപ്പിച്ചു. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ അത് പ്രതികരിക്കും. അപ്പോൾ അതിന് അവരുടെ വീടുകളിൽ പോയി സമരം ചെയ്യുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരും പങ്കെടുത്താണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ലാത്തി ചാർജിനെതിരായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമരം ചെയ്തു. അപ്പോൾ ഇന്നലെ എല്ലാ സ്ഥലത്തും രാഹുൽ ഗാന്ധിക്കെതിരായി ഇന്നലെ ഞങ്ങളുടെ KPCC ഓഫീസിലേക്ക് പ്രകടനം ഉണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുക, ഒരു വിഷയത്തിന്റെ മേലല്ലല്ലോ അത്. അതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ സമൂഹം അംഗീകരിക്കില്ല. നമ്മുടെ ജെൻസി കുട്ടികളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. തീർച്ചയായും ഞങ്ങൾ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ നിയമസഭയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഈ സ്വർണ്ണക്കൊള്ള കേസിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉന്നതരായ CPM നേതാക്കന്മാരിലേക്ക് ഇതിന്റെ അന്വേഷണം എത്തുന്നു എന്ന ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് SITയുടെ മേൽ ഇടപെടുന്നു, SITക്ക് മേൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു, അന്വേഷണം നിലയ്ക്കുന്ന അവസ്ഥയെത്തുന്നു, ഒരു പോയിന്റിൽ നിന്നും പിന്നെ മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കണം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ഡിമാൻഡ് വെച്ച് ഞങ്ങൾ നിയമസഭ സ്തംഭിപ്പിക്കുകയായിരുന്നു അവസാനത്തെ ദിവസങ്ങളിൽ. അത്രയും ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് ഞങ്ങളിതിനെ കണ്ടത്. SITക്ക് ഈ ഗവൺമെന്റ് വന്നപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു. SITയുടെ മേലുള്ള നിയന്ത്രണങ്ങൾ മാറി, SIT നടപടികൾ ഉണ്ടാകുന്നു. ഞങ്ങളതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞെടുത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് SITയെ കൊണ്ടൊന്നും അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, ഞങ്ങളൊന്നും നിർദ്ദേശവും കൊടുക്കുന്നില്ല. SIT സ്വതന്ത്രമായി അവരുടെ ജോലി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസിലെ അറസ്റ്റിലായവർക്കെല്ലാം ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം മുമ്പുണ്ടായിരുന്നു. ഇനി അത് ഉണ്ടാകാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള സംശയം കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു, മാധ്യമങ്ങളിൽ ആ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന തരത്തിലുള്ള സഹായം കുറ്റപത്രം വൈകിച്ചുകൊണ്ട് ഉണ്ടായോ എന്ന തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയത്തിന്റെ ദൂരീകരണം ഇനിയുള്ള സമയത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളിലേക്കും അന്വേഷണം എത്തണം. ഇതിനകത്തുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2019 ഈ സ്വർണ്ണ കൊള്ള ഏക്കാൾ 25 ഇതിന് ഗൗരവം ഉണ്ടാകുന്നത് 2019 സ്വർണ്ണക്കൊള്ള അറിഞ്ഞുകൊണ്ടാണ് 2025 ആദ്യം ഇതിൽ ഇൻവോൾവ് ആയ ആൾക്കാർ അതിനകത്ത് ആദ്യമായി സംഭവിക്കുകയാണ്. അവരെന്തെങ്കിലുമൊക്കെ ന്യായമെങ്കിലും പറയുമായിരിക്കും. ന്യായം ചിലപ്പം നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതാകണമെന്നില്ല, എന്നാലും ചില ന്യായങ്ങളും അവർ പറയും. പക്ഷെ 25 കൊള്ള നടക്കുമ്പോൾ 2019 കൊള്ള അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് 25 ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് എന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തലുണ്ട്. നിങ്ങളെല്ലാം അത് വായിച്ചിട്ടുള്ളതായിരിക്കും. SIT അപ്പോയിന്റ് ചെയ്ത് ഹൈക്കോടതിയാണ്. SIT അപ്പോയിന്റ് ചെയ്ത ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ ഈ പരാമർശങ്ങളുണ്ട്. അത്രയും ഗൗരവമുള്ള ഒരു കേസാണ്. ഈ ഇന്റർനാഷണലി റോബറി നടത്തുന്ന, ക്ഷേത്ര കവർച്ച നടത്തുന്ന സംഘങ്ങളോടാണ് ഹൈക്കോടതി അന്ന് ആ ഉത്തരവിൽ ഇതിനെ താരതമ്യം ചെയ്തത്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് പ്രശാന്തിനും മുകളിൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷണം അവരിലേക്കും പോകും എന്നാണ് കരുതുന്നത്. ഞങ്ങളിതിനകത്ത് ഈ പോയിന്റിൽ അന്വേഷിക്കണം, ഈ പോയിന്റിൽ അന്വേഷിക്കാൻ പാടില്ല എന്നൊന്നും പറയാനില്ല. SIT കേരള ഹൈക്കോടതിയാണ് നിയോഗിച്ചത്. ആ നിയോഗിച്ച ആ ദൗത്യം അതിന്റെ അർത്ഥത്തിൽ നിർവഹിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അല്ല, അതൊക്കെ ദൗർഭാഗ്യകരമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും
രാജ്യത്തുണ്ടാകുന്ന നീതി നിഷേധത്തോട് പ്രതികരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ചലച്ചിത്ര താരങ്ങൾ ചിലരെങ്കിലും ആ അഭിപ്രായം അവർ പ്രകടിപ്പിച്ചു. കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിൽ അത് പ്രതികരിക്കും. അപ്പോൾ അതിന് അവരുടെ വീടുകളിൽ പോയി സമരം ചെയ്യുക. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഞങ്ങൾ എല്ലാവരും പങ്കെടുത്താണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടായ ലാത്തി ചാർജിനെതിരായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമരം ചെയ്തു. അപ്പോൾ ഇന്നലെ എല്ലാ സ്ഥലത്തും രാഹുൽ ഗാന്ധിക്കെതിരായി ഇന്നലെ ഞങ്ങളുടെ KPCC ഓഫീസിലേക്ക് പ്രകടനം ഉണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുക, ഒരു വിഷയത്തിന്റെ മേലല്ലല്ലോ അത്. അതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ സമൂഹം അംഗീകരിക്കില്ല. നമ്മുടെ ജെൻസി കുട്ടികളെ കുറിച്ച് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. സമരങ്ങൾ എത്ര ആ സമരങ്ങളിൽ കാണുന്നൊരു കാര്യമുണ്ട്, വളരെ സർഗാത്മകമാണ് ആ സമരങ്ങൾ. ക്രിയേറ്റിവിറ്റിയെ അവർ പരമാവധി ഉപയോഗിക്കുകയാണ്. അതിന്റെ മുമ്പിൽ ഭരണകൂടം പകച്ചു പോവുകയാണ്. അവരുടെ മർദ്ദന ഉപകരണങ്ങൾക്കെല്ലാം ശക്തിയില്ലാതാവുകയാണ്. ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണങ്ങളുടെ ശക്തിയില്ലാതാകുന്ന വലിയ സർഗാത്മകമായ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു സമരമാണ് തലസ്ഥാനത്ത് നടക്കുന്നത്. തീർച്ചയായും ആ സമരം ഗ്രാമങ്ങളിലേക്ക് വരെ വ്യാപിക്കും.